10 ദിവസം ഒരു ഐലൻഡ്, എൻ്റെ എൻറ്റയർ ട്രാവൽ ഫിലോസഫി അപ്സൈഡ് ഡൗൺ ആക്കിയ ഒരു ട്രിപ്പ്. കിങ്സ് ബീച്ച് ക്ലബ് ബാലി. ഞാൻ പോയതൊരു ടൂറിസ്റ്റ് ആയിട്ടാണ്, പക്ഷെ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് പേഴ്സൺ ആയിട്ടാണ്. ബാലി ട്രിപ്പിന് ഇനി 2 ആഴ്ച. ബാഗ്സ് പാക്ഡ്, മൈൻഡ് റെഡി. അപ്പോഴാണ് എയർ ഏഷ്യയുടെ നോട്ടിഫിക്കേഷൻ. യുവർ ഫ്ലൈറ്റ് വയ കുലാലംപൂർ ഹാസ് ബീൻ ക്യാൻസൽഡ് ഡ്യൂ ടു റീജിയണൽ ഡിസ്റപ്ഷൻസ്. യുദ്ധം. ദൈവമേ, 18,000 ടിക്കറ്റ്, 4 മാസത്തെ ട്രിപ്പ് പ്ലാനിങ് കാറ്റിൽ പറന്നു പോകുന്നു. എൻറ്റയർ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണോ അതോ ബാലി സ്കിപ്പ് ചെയ്ത് മറ്റെവിടെങ്കിലും? സ്പോയിലർ, ഞാൻ ബാലി തന്നെ എത്തി. പക്ഷെ ദാറ്റ് ജേർണി, ദാറ്റ് കെയോസ്, ഇത് ഈ ബാലി സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 1. കണ്ടോളൂ. ഫ്ലാഷ് ബാക്ക് 4 months. സ്കൈ സ്കാനർ തുറന്നു, ഡേറ്റ് ഫ്ലെക്സിബിളായി നോക്കി. ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ഏറ്റവും ചീപ്പറായി ചെന്നൈ, കുലാലംപൂർ, ഡെൻപസാർ എയർ ഏഷ്യയുടെ ഒരു ടിക്കറ്റ് എടുത്തു. ബുക്കിംഗ് കൺഫേം, സ്ക്രീൻഷോട്ട് ടേക്കൺ, എക്സൈറ്റ്മെൻറ്റ്. പിന്നെ റിസർച്ച് മോഡ്. 9 ദിവസം 1,00,000 രൂപയുടെ ബഡ്ജറ്റിൽ എന്തൊക്കെ ചെയ്യും? ഹോട്ടൽ റിസർച്ച്, ആക്ടിവിറ്റി ലിസ്റ്റ്, ട്രാവൽ ഏജൻറ്റ്സ്, കൗണ്ട് ഡൗൺ, 120 days, 90 days, 60 days, 14 days. ട്രിപ്പിന് ഇനി 2 ആഴ്ച മാത്രം. റീജിയണൽ കോൺഫ്ലിക്റ്റ് ന്യൂസ്, കുലാലംപൂർ എയർ സ്പേസ് ഡിസ്റപ്ഷൻ, എയർ ഏഷ്യ മാസ് ക്യാൻസലേഷൻസ്. അപ്പോഴാണ് ഒരു മെയിൽ, സർ വി ക്യാൻ റീറൂട്ട് യു വയ ബാങ്കോക്ക് അറ്റ് ദ സെയിം പ്രൈസ്, വാണ്ട് ടു പ്രൊസീഡ്? ദൈവം എന്നെ രക്ഷിച്ചു. പിന്നെ നേരെ ബാങ്കോക്ക് ലേ ഓവർ. അത് ബോണസായി മാറി. സുവർണഭൂമി എയർപോർട്ട് 2 hours വെയിറ്റ്. ഞാൻ എയിംലെസ് ആയി നടന്നു. ഇതൊരു എയർപോർട്ട് മാത്രമല്ല, ഒരുതരം കൊറിയൻ റോംകോങ് സെറ്റിംഗ് പോലെയാണ്. പിങ്ക് LED ലൈറ്റ്സ്, ലാവൻഡർ സീലിംഗ്സ്, മിൻ ഗ്രീൻ കോർണേഴ്സ്, ബാക്ക്ലൈറ്റ് സൈനേജ് എല്ലാം പേസ്റ്റൽ കളറിൽ, കാൻഡി കളറിൽ. എവറി കോർണർ ഇൻസ്റ്റാഗ്രാം ഫിൽട്ടർ റെഡിയായിട്ട് ഉള്ളതുപോലെ ഇരിക്കുന്നു. തായ് കോഫി ഷോപ്പിലിരുന്ന് ജാസ്മിൻ ഗ്രീൻ ടീ സിപ്പ് ചെയ്തു. ഈസ്തെറ്റിക് കണ്ടന്റുകൾ എടുത്തു. ഫ്രീ ആയി ഈ ലേ ഓവറിൽ കുറേ നേരം നടന്നു. ദെൻ സ്ട്രെയിറ്റ് ടു ബാലി. ബാങ്കോക്ക് ഡെൻപസാർ. ബാലിയുടെ കോസ്റ്റ് ലൈൻ ജനാലയിലൂടെ കണ്ടു. ടെർക്കോയിസ് വാട്ടർ, ഗ്രീൻ മൗണ്ടൻസ് ആൻഡ് ടെമ്പിൾസ്. ദൈവം ഉണ്ടെങ്കിലും ബാലിയിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ണു തുറന്നു തന്നെ നടക്കണം ഗൈസ്. അത് അടുത്ത 30 മിനിറ്റിൽ ഞാൻ പഠിക്കാൻ പോവുകയാണ്. ഇമിഗ്രേഷൻ ഹാളിൽ 2 ഡോറുകളുണ്ട്. ഒരു വശത്ത് സെൽഫ് ഇമിഗ്രേഷൻ ഗേറ്റ്, വെറും 10 ആളുകൾ മാത്രം, 5 മിനിറ്റ് കൊണ്ട് അപ്പുറം കടക്കാം. മറുവശത്ത് മാനുവൽ ഇമിഗ്രേഷൻ, 200ഓളം ടൂറിസ്റ്റുകൾ, 2 മണിക്കൂർ വെയിറ്റിംഗ്. എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? 3 ഡോക്യുമെന്റ്സ് റെഡിയാണോ ഇല്ലയോ എന്നത് മാത്രം. 1, ഇലക്ട്രോണിക് വിസ. ഇന്തോനേഷ്യൻ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്യാം. നേരത്തെ തന്നെ അപ്ലൈ ചെയ്താൽ മതി. 3,000 രൂപ മാത്രം. 2, ടൂറിസ്റ്റ് ലെവി. ബാലി സ്പെസിഫിക്കലി ചാർജ് ചെയ്യുന്നതാണിത്. ലവ് ബാലി പോർട്ടലിൽ പേ ചെയ്യാം. 3, ഹെൽത്ത് ഡിക്ലറേഷൻ. ഇത് ട്രിക്കിയാണ്. ലാൻഡിങ്ങിന് 72 മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. സർട്ടിസ്ഹാറ്റ് ആപ്പിലാണ് ഇത് ചെയ്യേണ്ടത്. നേരത്തെ ചെയ്താൽ ചിലപ്പോൾ എക്സ്പയർ ആയി പോകും. ലേറ്റായി ചെയ്താൽ ഈ മാനുവൽ ക്യൂ എടുക്കേണ്ടി വരും. ഞാൻ യാത്രയ്ക്ക് 48 മണിക്കൂർ മുമ്പ് ഹെൽത്ത് ഡിക്ലറേഷൻ എടുത്തു വെച്ചു. അങ്ങനെ 3 QR കോഡുമായി പുറത്തേക്ക്. സെൽഫ് ഇമിഗ്രേഷൻ ഗേറ്റിൽ സ്കാൻ, സ്മൈൽ, സ്റ്റാമ്പ് ഡൺ, 5 minutes ഔട്ട്സൈഡ്. ഇൻഫർമേഷൻ ഈസ് പവർ. എയർപോർട്ടിൽ നിന്ന് ഉബുദിലേക്ക് ഗ്രാബ് ബുക്ക് ചെയ്തു. 1400. ഡ്രൈവ് ത്രൂ ബാലി കൺട്രി സൈഡ്. റൈസ് ഫീൽഡ്സ് സ്ട്രെച്ചിങ് ഫോർ എവർ. എവിടെ നോക്കിയാലും സ്കൂട്ടേഴ്സ്. ചെറിയ ചെറിയ ഹൈന്ദവ ദേവാലയങ്ങൾ ആൻഡ് ഷ്രൈൻസ്. ദൈവത്തിൻ്റെ ബാലി പോസ്റ്റ് കാർഡ്. ചെക്ക് ഇൻ ആദിവാന സ്വർഗലോക. ഓ, ഈ പ്രോപ്പർട്ടി വേർഡ്സ് ഫെയിൽ. ഉബുദ് ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെ, എന്നാൽ ഒരു കാടിന്റെ നടുക്കും. അയുൺ റിവർ ഈ പ്രോപ്പർട്ടിയുടെ താഴെക്കൂടെ ഒഴുകുന്നു. കിളികളുടെ കളകൂജനം. ഹാ, കാറ്റത്ത് ആടി ഉലയുന്ന മരങ്ങൾ. എല്ലാ കോർണറിലും തടി, കല്ല്, ബാലിനീസ് ആർക്കിടെക്ചർ, ലോട്ടസ് പോൺസ്, ഫ്രാഞ്ചിപ്പാനി ഫ്ലവേഴ്സ്.
റൂം തുറന്നാൽ ഓപ്പൺ വ്യൂ, റിവർ വ്യൂ. ട്രഡീഷണൽ അലങ് റൂഫാണുള്ളത്. ബെഡ് പ്യുവർ ക്ലൗഡ് ലെവൽ. പിന്നെ ലോബിയിലേക്ക് എത്തിയപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. BHX പ്രോജക്റ്റിന്റെ ട്രാവൽ മീറ്റപ്പ് ആണ്. 12 റാൻഡം സ്ട്രേഞ്ചേഴ്സ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ഇന്ത്യ. എല്ലാവരും ഇവിടെ ബാലിയിൽ. ഞാൻ അവരോടൊപ്പം ജോയിൻ ചെയ്തു. വെൽക്കം ഡ്രിങ്ക്, അതിനുശേഷം വെൽക്കം മീറ്റിംഗ്, രാത്രിയിൽ വെൽക്കം ഡിന്നർ. നാസി ഗോരങ്, സട്ടേ, ബീഫ് റെൻടാങ്, ഗഡോ ഗാഡോ, സംബാൽ എല്ലാം, ഒപ്പം ചെറിയൊരു ഡ്രിങ്കും. ഓരോന്നും കഴിച്ചപ്പോൾ വൈ ഡോണ്ട് വി ഹാവ് ദിസ് ഇൻ കേരള എന്ന് തോന്നിപ്പോയി. വന്നിറങ്ങുമ്പോൾ തന്നെ ആദിവാനയിലെ മസാജ് തെറാപ്പിസ്റ്റ്, ട്രഡീഷണൽ ബാലിനീസ് ഡീപ് ടിഷ്യൂ മസാജ് എല്ലാ ആളുകൾക്കും നൽകി. പ്യുവർ തെറാപ്പി. അല്പം എക്സ്പെൻസീവ് ആണ്, പക്ഷേ വർത്ത് എവറി റുപ്പി. രാവിലെ ബാങ്കോക്ക് വഴി ഫ്ലൈറ്റ് മാറിയതിൻ്റെ ഒരു പാനിക് ഉണ്ടായിരുന്നെങ്കിലും രാത്രി ഉബുദിൻ്റെ ആ നദീസ്വരം കേട്ട് നന്നായി ഉറങ്ങാൻ സാധിച്ചു. ഫ്ലൈറ്റ് ക്യാൻസൽ ആയില്ലായിരുന്നെങ്കിൽ ബാങ്കോക്കിൽ എയർപോർട്ട് മിസ് ചെയ്യുമായിരുന്നു. 3 ഡോക്യുമെന്റ്സ് റെഡി അല്ലായിരുന്നുവെങ്കിൽ 2 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വരുമായിരുന്നു. ആദിവാനയിൽ ഈ BHX സുഹൃത്തുക്കളോടൊപ്പം ബുക്ക് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇവരെയും മിസ് ചെയ്യുമായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാൻ എൻ്റെ പ്ലാനിനേക്കാൾ വലുതാണ്. നാളെ അടുത്ത എപ്പിസോഡ്. ഉബുദ് മെയ്ഡ് മീ ക്രൈ ഇൻ എ ഗുഡ് വേ. റൈസ് ടെറസ് ഫോട്ടോ ട്രാപ്പ്, ഉബുദ് മാർക്കറ്റ് ബാർഗെയിൻ ആൻഡ് CP ലോഞ്ചിൽ എങ്ങനെ പാട്ടുപാടാം. ബാലി സ്റ്റേജ് ടേക്ക് ഓവർ. സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ ഹിറ്റ് ചെയ്യൂ. സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹംബിൾ, കീപ് ട്രാവലിംഗ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പീസ് ഔട്ട്.